നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയ ശ്ലോകം ശനീശ്വരൻ്റേതാണ്. ഛായാമാർത്താണ്ഡ സംഭൂതം, ആദിത്യൻ്റെ നിഴലിൽ നിന്നും ഭൂജാതനായ ശനൈഹി ചരം, പതുക്കെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ശനീശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ശനിയുടെ സഞ്ചാരകാലം 2.5 വർഷമാകുന്നു. നവഗ്രഹങ്ങൾ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്നു ശനി. അതുകൊണ്ടാണ് ശനൈഹി ചരഹ, ശനൈശ്ചരഹ എന്ന നാമധേയം ശനിക്ക് കൈവന്നത്. സൂര്യൻ്റെ പുത്രനാകുന്നു ശനി. പക്ഷേ ജ്യോതിഷത്തിൽ സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാകുന്നു ശനി. ശത്രു മന്ദസിതവും. സൂര്യൻ്റെ ശത്രുക്കളിൽ പ്രധാനികൾ ശനിയും ശുക്രനുമാകുന്നു. ഇനി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ചാരവശാലുള്ള ശനിയുടെ മാറ്റം. ശനി മീനൻ രാശിയിലേക്ക് പകരുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോട് കൂടെയാണ്. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ചാരവശാലുള്ള ശനിയുടെ ഫലം എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശനി അഷ്ടമഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതിനു മുമ്പ് ചിങ്ങൻ രാശിക്കാർക്ക് ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കണം. ചിങ്ങൻ രാശിക്കാർക്ക് ശനി 6-7 ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു. 6-ാം ഭാവാധിപത്യവും 7-ാം ഭാവാധിപത്യവും. ഈ 2 ഭാവങ്ങളുടെ അധിപനാകുന്നു 8-ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. നിങ്ങൾ അറിയണം, 8 ജ്യോതിഷത്തിൽ ഒരു നല്ല ഭാവമല്ല. ജ്യോതിഷത്തിൽ ദോഷപ്പെട്ട ഭാവങ്ങളാകുന്നു 6, 8, 12 ഭാവങ്ങൾ. ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ ഏറ്റവും ദോഷങ്ങളായ ഭാവങ്ങൾ. അതിൽ ഏറ്റവും ദോഷമായ ഭാവമാകുന്നു അഷ്ടമഭാവം അഥവാ 8-ാം ഭാവം. ആ ഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം ഭേഷ്മഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. സർവപ്രാണാശ, എല്ലാ നാശവും, വിപത്തുകൾ, അപവാദങ്ങൾ, മരണത്തിൻ്റെ ദേശം, മരണകാരണം, വിഘ്നങ്ങൾ, തൻ്റെ ഭൃത്യജനങ്ങൾ, ഇതൊക്കെയാണ് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അപവാദോ മഠാപത്രപി പാപയെ അഷ്ടമസ്ഥിതി. അഷ്ടമത്തിൽ പാപഗ്രഹം വരുമ്പോൾ മഠം മുതലായ സ്ഥാപനങ്ങൾക്ക്, അനാഥാലയമാകാം, മന്ദിരമാകാം, ക്ഷേത്രമാകാം, ട്രസ്റ്റുകളാകാം, അവിടെ അപവാദങ്ങളും ആപത്തുക്കളും ഉണ്ടാകുമെന്ന ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഏതെല്ലാം ഭാവങ്ങൾക്കാണ് ഈ നാശങ്ങൾ ഉണ്ടാവുക? 6-ാം ഭാവം എന്തൊക്കെയാണ്? തസ്കര അരാതി വിഘ്നാതിർ വ്യാധയശ്ച തനുക്ഷതി മരണം വ അരിശസ്ത്രീണ ചിന്തനം ഹി ഷഷ്ഠത. 6-ാം ഭാവം കൊണ്ട് നാം ചിന്തിക്കേണ്ടത് തസ്കരന്മാർ, കള്ളന്മാർ, അരാതി ശത്രു, വിഘ്നങ്ങൾ, വ്യാധികൾ, രോഗങ്ങൾ, തനുക്ഷതി, ശരീരത്തിനുണ്ടാകുന്ന മുറിവ്, മരണം വ അരിശസ്ത്രേണ, ശത്രുവിൻ്റെ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവ്, മരണം പോലും 6-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അതിനാൽ ഈ 6-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം 8-ൽ നിൽക്കുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ഭാവങ്ങൾക്കും ദോഷമാണ്. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകും, ശത്രുക്കൾ വളരെയധികം വരും, ശരീരത്തിന് സർജറി വേണ്ടി വരും, വീട്ടിൽ കള്ളന്മാർ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇതൊക്കെ ചിന്തിക്കണം ചിങ്ങൻ രാശിക്കാർ. അത്ര ദോഷപ്പെട്ട ഭാവത്തിലാണ് ഇവിടെ വ്യാഴക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കെല്ലാം ദോഷമുണ്ടാകും. ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം. സിംഹൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ പ്രധാനമായും സിംഹയെ കുക്ഷി അക്ഷിജ, വയറും കണ്ണുമാണ്.
നേത്ര സംബന്ധമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ശനിയുടെ ദൃഷ്ടി 2ാം ഭാവത്തിലേക്കാണ്. 2ാം ഭാവം നമ്മുടെ കണ്ണുകളാകുന്നു. അതിനാൽ കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം. വയറും ശ്രദ്ധിക്കുക. മോഷൻ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. പൈൽസിനെ ശ്രദ്ധിക്കണം. ശരീരത്തിന് മലം പോകാത്ത ബുദ്ധിമുട്ടുകൾ വരും പ്രായമുള്ളവർക്കും ചെറിയ കുട്ടികൾക്കും. പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ വന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഈ അഷ്ടമ ശനി വരുന്ന കാലം 2.5 വർഷമാണ് ശനിയുള്ളത്. വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിങ്ങൻ രാശിക്ക് 7ാം ഭാവാധിപത്യവുമുണ്ട്. എന്താണ് 7ാം ഭാവം? വിവാഹം, അദനാലോക, ഭാര്യാവർത്ത് സമാഗമാഹ, ശയ്യ, സ്ത്രീസത്മൻ, നഷ്ടാർത്ഥ, മൈഥുന്യാനപി സപ്തമാത്. മൈഥുനം, ഭാര്യാഭർത്തൃ ബന്ധം, സമാഗമം, പിന്നെയോ വിവാഹം, കാമം, ഭാര്യാഗൃഹം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. യാത്ര ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. ഇവിടെ യാത്ര ചിന്തിക്കേണ്ടുന്ന 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോകുമ്പോൾ യാത്ര മുടങ്ങുന്നു. ഭാര്യാസുഖം ഇല്ലാതെയാകുന്നു. ഭാര്യ ശത്രുവായി മാറുന്നു. ഭാര്യ പിരിഞ്ഞു പോകുന്നു. പലപ്പോഴും തനിക്ക് ജോലി മാറ്റമൊക്കെയായി താൻ വീട് വിട്ട് മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാർഷ്യലി ദ കപ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ സെപ്പറേറ്റഡ്. അവർ അകന്നു നിൽക്കേണ്ടുന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ചിങ്ങൻ രാശിക്കാരെ പറ്റി ചിന്തിക്കാനുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചിന്തിക്കേണ്ടത്, ചിങ്ങൻ രാശിക്കാർക്ക് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹം അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, ദേവാലയങ്ങൾ, ഇതിൻ്റെ ഖജാൻജി, ട്രഷറർ, പ്രസിഡൻറ്റ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഭാരവാഹികൾ, ഇവർക്കെല്ലാം തന്നെ സ്ഥാനനാശം സംഭവിക്കും. മറ്റുള്ളവർ തങ്ങൾക്കെതിരെ തിരിയും. അതിനാൽ ശ്രദ്ധിക്കുക. ഈ 2.5 വർഷം പദവികൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പേരുദോഷം വരും. തനിക്കെതിരെ ധനപരമായ അപഖ്യാതികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ വരും. എത്ര നാം പത്രങ്ങളിൽ ദിവസവും ന്യൂസ് ചാനലുകളിലും കാണുന്നുണ്ട്. തട്ടിപ്പ് നടത്തി, ഫണ്ട് തിരിമറി നടത്തി, ഈ രീതിയിൽ അനാഥാലയം, ട്രസ്റ്റ്, മന്ദിരങ്ങൾ, ദേവാലയങ്ങൾ, പള്ളികൾ, എല്ലാ മതസ്ഥർക്കും ഇത് ബാധകമാണ്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ് എന്നൊന്നുമില്ല. അഷ്ടമത്തിൽ ശനി വരുന്ന വ്യക്തി അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. നേരെ മറിച്ച് അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങൾ വരികയാണെങ്കിലോ മഠാദ്യാലയ സമ്പത്തിമവി കുര്യാ ശുഭോത്രക, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണവുമായി സഹകരിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കും 8ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരികയാണെങ്കിൽ. പക്ഷേ ശനി പാപഗ്രഹമാണ്. നിങ്ങൾ ചതിയനാണ്, നിങ്ങൾ വഞ്ചകനാണ്, കാശ് പിടുങ്ങിയാണ് തുടങ്ങിയ പേരുദോഷങ്ങളുണ്ടാകും. തൻ്റെ പദവി കയ്യേറാൻ വേണ്ടി മറ്റുള്ളവർ തനിക്ക് കെണിയൊരുക്കുന്ന, വല വിരിച്ചു കഴിയുന്ന വേടന്മാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് ചിങ്ങൻ രാശിക്കാർ കരുതണം. സ്വതവേ സിംഹരാശിക്കാർ ആരെയും ചതിക്കാറില്ല. അവർ ത്യാഗികളാണ്, സത്യസന്ധരാണ്. നന്നായി കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷനും അവർ വളരെ മിടുക്കരാണ്. പലപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം അവർ പുലർത്തും. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി അവർ നിലകൊള്ളും. കാരണം എന്താണ്? സൂര്യൻ ആത്മപ്രഭാവകാരകനാണ്. ചിങ്ങൻ രാശിയുടെ അധിപനായ ഗ്രഹമാകുന്നു സൂര്യൻ. അവിടെ ഒരു ഗ്രഹത്തിനും ഉച്ചസ്ഥിതിയോ ഒന്നുമില്ല. ചിങ്ങൻ രാശിയിൽ ആകെ സ്വക്ഷേത്രം സൂര്യനാണ്, മൂലക്ഷേത്രം സൂര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉച്ചരാശി അതിൻ്റെ 9ാം ഭാവമായ മേടവുമാണ്. അതിനാൽ ആത്മപ്രഭാവം, വ്യക്തിത്വം കാത്തു സൂക്ഷിക്കും എപ്പോൾ. ഇവിടെയാണ് ശത്രു നുഴഞ്ഞു കയറുക. തനിക്കെതിരെ ഏതെല്ലാം രീതിയിൽ ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ സമയം മോശമാകുമ്പോഴാണ് ശത്രു തന്നെ ആക്രമിക്കുക. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് നമുക്ക് മാരക രോഗങ്ങൾ വരിക. അതുവരെ നാം എത്രയോ പെർഫെക്റ്റ് ആയിരിക്കും ഫിസിക്കലി. അരിഷ്ടതകൾ വരുമ്പോൾ രോഗം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറും. അപ്രകാരം താൻ വീക്കാണെന്ന്, തൻ്റെ നക്ഷത്രങ്ങൾ, തൻ്റെ ഗ്രഹസ്ഥിതി, ഈ രാശിക്ക് ശനി വീക്കാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ തന്നെ മറ്റുള്ളവർ വന്ന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. ഈ സമയത്ത് ഇവിടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ. പ്രാർത്ഥന: ഓം ശം ശനീശ്വരായ നമഃ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാകുന്നു ഹനുമാൻ ചാലീസ ജപിക്കുക. ഹനുമാൻ ക്ഷേത്രത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സന്ദർശിക്കുക. അവിടെ ഗത ഒപ്പിക്കൽ എന്നൊരു കർമ്മമുണ്ട്. ശത്രുദോഷം മാറും. പിന്നീട് ഹനുമാൻ ഇഷ്ടപ്പെട്ട അവൽ നിവേദ്യം ചെയ്യുക. അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം, പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. സുദർശന ഹോമവും വഴിപാടായി ചെയ്യുക. ശനിക്ക് ശാസ്ത, വയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, പറശ്ശിനിക്കട മുത്തപ്പൻ, ഹനുമാൻ
ഇതൊക്കെ തന്നെ ശൈവമായ ശനീശ്വരൻ്റെ ദേവതകളാകുന്നു. ഇവിടെ എല്ലാ ശനിയാഴ്ചയും സന്ദർശിക്കുക. വീട്ടിൽ വെച്ച് 2 തിരി നെയ്യൊഴിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ എള്ളെണ്ണ ഒഴിച്ച് കിഴക്കും പടിഞ്ഞാറുമായി 2 തിരി കത്തിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കയറി മുന്നോട്ട് പോകുവാനുള്ള ഒരു അദമ്യമായ കരുത്ത് പ്രദാനം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ഗ്രഹങ്ങളിലും വെച്ചിട്ട് ശനിയെ മാത്രമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശനിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ശനീശ്വരൻ തരും. ഭാര്യയുടെ പേരിൽ തൻ്റെ പേരിലും ഒരു ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ 2.5 വർഷം ചിങ്ങം രാശിക്കാർക്ക് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.